ഇന്ന് ലോക വനിതാ ദിനം. നാടിന്റെ വികസന കുതിപ്പിൽ സ്ത്രീകളുടെ പങ്കാളിത്തം ഏറെ ശ്രദ്ധേയമാണെന്ന് ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ. സ്ത്രീപക്ഷ ചിന്തകളോട് ചേർന്ന് നിൽക്കുന്ന സംസ്ഥാനമാണ് കേരളമെന്നും മന്ത്രി പറഞ്ഞു. അന്താരാഷ്ട്ര വനിതാ ദിനാഘോഷത്തോടനുബന്ധിച്ച് കുടുംബശ്രീയുടെ ആഭിമുഖ്യത്തിൽ കുട്ടിക്കാനം മരിയൻ കോളേജിൽ സംഘടിപ്പിച്ച വിമൺ എംപവർമെന്റ് കോൺഗ്രസ് 2026 പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. നാടിന്റെ വികസന കുതിപ്പിൽ സ്ത്രീകളുടെ പങ്കാളിത്തം വളരെ ശ്രദ്ധേയമാണെന്ന് ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ. അന്താരാഷ്ട്ര വനിതാ ദിനത്തോടനുബന്ധിച്ച് കുടുംബശ്രീയുടെ ആഭിമുഖ്യത്തിൽ കുട്ടിക്കാനം മരിയൻ കോളേജിൽ സംഘടിപ്പിച്ച വിമൺ എംപവർമെന്റ് കോൺഗ്രസ് 2026 പുതുതായി തെരഞ്ഞെടുത്ത CDS അധ്യക്ഷന്മാരുടെ സംസ്ഥാനതല സംഗമവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. സ്ത്രീ ശാക്തീകരണ പ്രവർത്തനങ്ങൾ വളരെയധികം മുന്നേറി. കേരളം സ്ത്രീപക്ഷ ചിന്തകളോട് ചേർന്നാണ് പ്രവർത്തിക്കുന്നത്. ഓരോ വകുപ്പും സ്ത്രീ ശാക്തീകരണത്തിന് ഉതകുന്ന പദ്ധതികൾക്ക് ഊന്നൽ നൽകി. സ്ത്രീ സുരക്ഷ ഉറപ്പാക്കാൻ സർക്കാരിന് കഴിഞ്ഞു. നിർഭയ പദ്ധതിയിലൂടെയും പിങ്ക് പോലീസിന്റെ സേവനങ്ങളിലൂടെയും സ്ത്രീകൾക്കും കുട്ടികൾക്കും നേരെയുള്ള അതിക്രമങ്ങൾ തടയാൻ കഴിഞ്ഞു. 30 മുതൽ 60 വയസ്സ് വരെയുള്ള സ്ത്രീകൾക്ക് 1000 രൂപ വീതം നൽകുന്ന പദ്ധതിയിലൂടെ ആദ്യഘട്ടമായി 10 ലക്ഷം പേർക്ക് അവരുടെ അക്കൗണ്ടിലേക്ക് തുക നൽകി. 3520 കോടി രൂപ പദ്ധതിക്കായി മാറ്റിവെച്ചു. തുല്യനീതി, സാമൂഹ്യനീതി എന്നിവ ഉറപ്പുവരുത്തി. കേരളത്തിലുള്ള സംരംഭകരിൽ 1/4 ലക്ഷത്തോളം സംരംഭകർ സ്ത്രീകളാണ്. നമ്മുടെ സമൂഹത്തിൽ എല്ലാ മേഖലകളിലും സ്ത്രീ പങ്കാളിത്തം ഉറപ്പാക്കി. കുടുംബശ്രീ ADSകാർക്ക് 1000 രൂപ വീതം ഗ്യാരണ്ടി നൽകി. ലോകമെമ്പാടും മാതൃകയാകുന്ന പ്രവർത്തനങ്ങൾ ചെയ്യാൻ ഈ സർക്കാരിന് കഴിഞ്ഞുവെന്നും നാടിന്റെ വളർച്ചയിൽ മുഖ്യ ഹേതുവാകാൻ സ്ത്രീകൾക്ക് സാധിക്കുമെന്നും മന്ത്രി പറഞ്ഞു. അന്താരാഷ്ട്ര വനിതാ ദിനം. നമ്മുടെ പ്രവർത്തന മികവിൻ്റെ അതോടൊപ്പം നാടിൻ്റെ വികസന പ്രക്രിയയിലുള്ള പങ്കാളിത്തം സ്ത്രീകളുടെ പങ്കാളിത്തം എത്ര കണ്ട് വർദ്ധിച്ചിരിക്കുന്നു എന്നുള്ളത് ഏറെ അഭിനന്ദനീയമായ കാര്യം. ചടങ്ങിൽ ദേശീയ ക്രിക്കറ്റ് താരം സജ്ന സജീവൻ, എഴുത്തുകാരിയും JC ഡാനിയൽ അവാർഡ് ജേതാവുമായ അല്ലി ഫാത്തിമ, ചലച്ചിത്ര താരം ഗ്രേസ് ആന്റണി എന്നിവരെ ആദരിച്ചു. വിവിധ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരെയും ചടങ്ങിൽ ആദരിക്കുകയും ചെയ്തു. വനിതാ ദിന പ്രമോഷൻ ഗാനവും കവിതാ സമാഹാരവുമായ സമവായനയുടെ പ്രകാശനവും ചടങ്ങിൽ അധ്യക്ഷത വഹിച്ച ദേവികുളം സബ് കളക്ടർ ആര്യ VM നിർവഹിച്ചു. മികച്ച നേതൃത്വത്തിലൂടെ സമൂഹ മാറ്റത്തിലേക്ക് എന്ന വിഷയത്തിൽ മോട്ടിവേഷൻ സ്പീക്കറും മെന്റലിസ്റ്റും റേഡിയോ ജോക്കിയും അധ്യാപകനുമായ ശരത് TR ക്ലാസ് നയിച്ചു. വിവിധ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ ശാന്തി രമേശ്, ശാന്തി ഹരിദാസ്, ഷാലുമോൾ സാബു, റജിമോൾ ഷിബി, റൂബി ജോസഫ്, ജില്ലാ പഞ്ചായത്ത് അംഗം മിനി സാബു, പീരുമേട് കുടുംബശ്രീ CDS അധ്യക്ഷ സബീന മുഹമ്മദ്, ഇടുക്കി ജില്ലാ മിഷൻ കോർഡിനേറ്റർ മണികണ്ഠൻ, കുടുംബശ്രീ സംസ്ഥാന പ്രോഗ്രാം ഓഫീസർ പ്രദീപ് കുമാർ, കുട്ടിക്കാനം മരിയൻ കോളേജ് മാനേജർ ഫാദർ ബോബി അലക്സ് മണ്ണംപ്ലാക്കൽ, വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ ലൂമി ജോസഫ്, കുടുംബശ്രീ സ്റ്റേറ്റ് പ്രോഗ്രാം മാനേജർ ജസ്റ്റിൻ മാത്യു എന്നിവർ സംസാരിക്കുകയും ചെയ്തു. സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ നിന്നും 1000തോളം കുടുംബശ്രീ അംഗങ്ങളാണ് പരിപാടിയിൽ പങ്കാളികളായത്. ഇതോടൊപ്പം തന്നെ കുടുംബശ്രീയുടെ ആഭിമുഖ്യത്തിൽ വിവിധ സ്റ്റാളുകളും പരിപാടിയുടെ ഭാഗമായി സംഘടിപ്പിക്കുകയും ചെയ്തിരുന്നു. 2 ദിവസം നീണ്ടു നിൽക്കുന്ന പരിപാടി നാളെയാണ് സമാപിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, പീരുമേട്.